ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം നോക്കാം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനിം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. അതോ വൈ കവയോ നിത്യം ഭക്തിം പരമയാ മുദാ വാസുദേവേ ഭഗവതി കുർവന്ത്യാത്മപ്രസാദനിം. ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. അതഃ വൈ കവയഃ നിത്യം പരമയാ മുദാ വാസുദേവേ ഭഗവതി ആത്മപ്രസാദനിം ഭക്തിം കുർവന്തി. ഒന്നുകൂടി അന്വയം നോക്കാം. അതഃ വൈ കവയഃ നിത്യം പരമയാ മുദാ വാസുദേവേ ഭഗവതി ആത്മപ്രസാദനിം ഭക്തിം കുർവന്തി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. അതഃ വൈ കവയഃ നിത്യം പരമയാ മുദാ വാസുദേവേ ഭഗവതി ഭക്തിം കുർവന്തി ആത്മപ്രസാദനിം. ഒന്നുകൂടി പദം നോക്കാം. അതഃ വൈ കവയഃ നിത്യം പരമയാ മുദാ വാസുദേവേ ഭഗവതി ഭക്തിം കുർവന്തി ആത്മപ്രസാദനിം. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. അതഃ അതിനാൽ, അതുകൊണ്ട്, വൈ തീർച്ചയായും, കവയഃ ജ്ഞാനികൾ, അതായത് മുനിമാർ, നിത്യം എല്ലായ്പ്പോഴും, പരമയാമുദാ പരമാനന്ദത്തോടെ, വാസുദേവേ വാസുദേവനിൽ, ഭഗവതി ഭഗവാനിൽ, ഭക്തിം ഭക്തി, കുർവന്തി ചെയ്യുന്നു. എന്തിനായിട്ട്? ആത്മപ്രസാദനിം ആത്മാവിനെ പ്രസന്നമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭഗവാന്റെ തത്വം അറിഞ്ഞ ജ്ഞാനികൾ പോലും ഭക്തിയെ ഉപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭക്തി മാത്രം മോക്ഷത്തിലേക്കുള്ള മാർഗമല്ല, അത് ആത്മാവിനെ പ്രസന്നമാക്കുന്ന ജീവനുള്ള അനുഭവമാണ്. വാസുദേവനോടുള്ള നിത്യമായിരിക്കുന്ന ഭക്തി കടമയായി ചെയ്യുന്ന ഒന്നല്ല, പരമാനന്ദത്തോടെ ചെയ്യുന്ന ആരാധനയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി ഭയത്തിൽ നിന്നോ അനുഭവക്കുറവിൽ നിന്നോ ജനിക്കുന്നതല്ല. ജ്ഞാനം പൂർണ്ണമായാലും ഭക്തി തുടരുക തന്നെ ചെയ്യും. കാരണം ഭക്തി ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതിനാലാണ് ജ്ഞാനികൾ നിത്യവും ആനന്ദത്തോടെ ഭഗവാനെ ആരാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അറിവുകൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവരിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള അടുത്ത ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ.